Hello everyone, welcome back to yet another video of Nutshell Lines. Today we are moving to discuss one of the famous poems of P. Raman, that is Maranashaya. മരണശയ്യ എന്ന് പറയുന്ന പി രാമൻ എന്ന് പറയുന്ന കവി എഴുതിയ ഒരു കവിതയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡെഫിനറ്റ്ലി ഇതൊരു മലയാളം പോം തന്നെയാണ്. സോ വി ആർ മൂവിങ് ടു ദി പോം. പുഴ മരിക്കുന്ന മഹത്തായ ശയ്യയിൽ അതിനോടൊപ്പം ഞാൻ കിടന്നു മരിക്കുമോ? അതായത് ഈ ഒരു പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പോയറ്റ് അല്ലെങ്കിൽ നമ്മുടെ കവി ഒരു ആശങ്കയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യമാണ് വായനക്കാരിലേക്ക് കൊണ്ടുവരുന്നത്. എന്താണ്? പുഴ മരിക്കുന്ന മഹത്തായ ശയ്യയിൽ അതിനോടൊപ്പം ഞാൻ കിടന്ന് മരിക്കുമോ? അതായത് നമ്മുടെ ഈ കാണുന്ന ഈ പുഴ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ മരണശയ്യയിൽ, അതിൻ്റെ ആ മരണക്കിടക്കയിൽ അതിനോടൊപ്പം ഞാനും കിടന്ന് മരിക്കേണ്ടി വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് കവി ഈ കവിതയുടെ ആദ്യ ഭാഗത്ത് തന്നെ നമ്മളോട് ചോദിക്കുന്നത്. അപ്പം എന്താണ് അതിൻ്റെ കാരണം? അതാണ് നമ്മളിനി വരുന്ന ഒരു ആഖ്യാന രീതിയിൽ കാണുന്നത്. മോഹനനെ പോലെ ഒപ്പം പഠിച്ചവൻ, പിന്നെ മുതിർന്ന് ധിക്കാരിയായി തീർന്നവൻ. അതായത് മോഹനൻ എന്ന് പറയുന്ന ഒരാളെ പറയുന്നുണ്ട്. മോഹനൻ എന്ന് പറയുന്നത് നമ്മുടെ കവിയുടെ കൂടെ പഠിച്ച ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ സഹപാഠിയാണ്. ഈ മോഹനനെ പോലെ ഒപ്പം പഠിച്ചവൻ, അവൻ പിന്നെ എന്താ ആയത്? പിന്നെ മുതിർന്ന് ധിക്കാരിയായി തീർന്നവൻ. അതായത് ചെറുപ്പത്തിൽ അവൻ വളരെ നല്ലതായിരുന്നു, പക്ഷേ അവൻ വളർന്ന് വലുതായപ്പോഴേക്കും അവൻ വളരെ ധിക്കാരിയായി മാറി. ഒപ്പം പഠിച്ചൊരൻ വീടിൻ്റെ മുന്നിലും കക്കുവാൻ വന്നു ജനാലയ്ക്ക് മുട്ടിയോൻ. അതായത് എൻ്റെ ഒപ്പം പഠിച്ചവനാണ് എങ്കിൽ പോലും അവൻ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് കക്കുവാനായിട്ട്, അതായത് കള്ളനാണവൻ, അപ്പോൾ കള്ളനെ പോലെ ജനാലയ്ക്ക് വന്ന് മുട്ടി. അത്തരത്തിലുള്ളൊരു ധിക്കാരിയായിട്ടുള്ള എന്താ പറയുക, വളരെ മോശം സ്വഭാവമുള്ള എൻ്റെ സഹപാഠി മോഹനൻ കാവിലെ വേലത്തലേന്ന് പുഴമണൽ പോയ കുഴിയിൽ കുടിച്ചു കിടന്നവൻ. അതായത് കാവിലെ ഉത്സവത്തിൻ്റെ അല്ലെങ്കിൽ പൂരത്തിൻ്റെ തലേ ദിവസം ഈ പുഴമണൽ പോയ കുഴിയിൽ, അതായത് പുഴയിലെ ഈ പറഞ്ഞ എന്താണ് പുഴ നിന്ന് മണൽ വാരുമല്ലോ, അപ്പം അതിന് ശേഷം ഉണ്ടാകുന്ന ആ കുഴിയിൽ കിടന്ന് അവിടെ കുടിച്ച് മതിച്ച് കിടന്നവനാണവൻ. പിറ്റേന്ന് തട്ടകം വേല കൂടാനായി മധ്യാഹ്ന സൂര്യന് കീഴിലിഴയവേ, അതായത് പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകേണ്ടവനാണ്. മധ്യാഹ്ന സൂര്യന് കീഴിൽ ജോലി ചെയ്യേണ്ടവനായിരുന്നു അവൻ ദേശത്ത് കാളയൊത്താർത്ത് പോകേണ്ടവൻ. അതായത് നമ്മുടെ ദേശത്ത്, നമ്മുടെ നാട്ടിൽ കാളയൊത്താർത്ത് പോകേണ്ടവൻ എന്നുദ്ദേശിക്കുന്നത് കൃഷിക്കാരനായി അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പോകേണ്ടവനായിരുന്നു. അവൻ പൊള്ളും പുഴയിൽ കരിഞ്ഞു മറഞ്ഞവൻ. അതായത് നമ്മുടെ ഈ മലിനമായ പൊള്ളും പുഴ എന്നുദ്ദേശിക്കുന്നത് പുഴ ഇപ്പോൾ മണൽ വാരി അതുപോലെ തന്നെ മാലിന്യം കൂടി പ്രകൃതിയെ വളരെ മോശമായിട്ട് നമ്മൾ മനുഷ്യനെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആ പുഴയിൽ, കരിഞ്ഞ പുഴയിൽ, പൊള്ളും പുഴയിൽ അവൻ മറഞ്ഞവൻ. ആ പുഴയിലാണ് അവൻ മരിച്ചു കിടന്നിരുന്നത്. മോഹനനോടൊത്ത് കൊക്കിക്കളിച്ച പോൽ ഞാനും ആമട്ട് കിടന്നു മരിക്കുമോ? അപ്പോൾ കവി നമ്മളോട് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ പഠിച്ചിരുന്ന ധിക്കാരിയായിട്ടുള്ള, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്ന, നല്ലവനായി ജീവിക്കേണ്ടിയിരുന്ന ഈ ധിക്കാരിയായ മോഹനെ പോലെ ഞാനും ഈ പുഴയിൽ കിടന്ന് മരിക്കേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് കവി നമ്മളോട് ചോദിക്കുന്നത്. വീണ്ടും അവസാന ഭാഗത്ത് ആദ്യം കണ്ട ചോദ്യം കവി വീണ്ടും ഉന്നയിക്കുകയാണ്. എന്താണ്? പുഴ മരിക്കുന്ന മഹത്തായ ശയ്യയിൽ അതിനോടൊപ്പം ഞാൻ കിടന്ന് മരിക്കുമോ? അതായത് പുഴ ഈ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഓരോ ദിവസം തോറും മലിനമാകുന്നു, അതുപോലെ നശിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുഴ എന്ന് പറയുന്നത് ഇവിടെ ഒരു കാര്യം മാത്രം, പ്രകൃതിയിലെ ഒരു കണിക മാത്രമാണ് പുഴ എന്ന് പറയുന്നത്. അപ്പം പുഴ കിടക്കുന്ന ഈ മഹത്തായ ശയ്യയിൽ, അതിൻ്റെ മരണക്കിടക്കയിൽ ഈ മോഹനൻ മരിച്ച പോലെ തന്നെ പുഴയോടൊപ്പം ഞാനും കിടന്ന് മരിക്കേണ്ടി വരുമോ എന്നാണ് കവി ചോദ്യം വീണ്ടും ഉന്നയിച്ചുകൊണ്ട് ഈ കവിത അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ കവിതയുടെ തുടക്കത്തിലും അതുപോലെ തന്നെ അവസാന ഭാഗത്തും കവി ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അതായത് പുഴ മരിക്കുന്ന പോലെ ഞാനും മരിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ നമ്മളും മരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് കവി പറയുന്നത്. കവിയുടെ ആ ഒരു ആശങ്കയാണ്. എന്താണ്? പുഴയുടെ മരണശയ്യ തൻ്റേത് കൂടിയാകുമോ? അതൊരു ആകുലതയാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മോഹനനെ പോലെ താനും മരണപ്പെടുമോ എന്നുള്ള ആവലാതി കവിക്കുണ്ട്. അതായത്
പുഴയുടെ മരണമെന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ മരണം തന്നെയാണ് അല്ലേ. പുഴ എന്ന് പറയുന്ന കാര്യം ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഇല്ലാതാകുമ്പോൾ നമ്മൾ തന്നെയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുഴയുടെ മരണമെന്ന് പറയുന്നത് ഒരു തരത്തിൽ മനുഷ്യരാശിയുടെ മരണം തന്നെയാണ്. പുഴയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ പ്രകൃതിക്കാണെങ്കിലോ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങൾക്കോ അല്ലെങ്കിൽ മരണത്തിനോ നല്ലവനെന്നോ ധിക്കാരിയെന്നോ എന്നൊരു വേർതിരിവില്ല. അവൻ എപ്പോഴാണോ അവൻ്റെ ആ ഒരു സഹനശക്തി അവസാനിക്കുന്നത് അപ്പോൾ അവൻ തിരിച്ചടിക്കും പ്രകൃതിക്ഷോഭമായിട്ട്. അപ്പോൾ നമ്മൾ നല്ലവനായിരുന്നോ, നല്ലവൻ അതിലുണ്ടോ, അല്ലെങ്കിൽ ധിക്കാരിയായിരുന്നവനാണോ എന്ന് പറഞ്ഞൊന്നും പ്രകൃതി നമ്മളെ നോക്കില്ല. പ്രകൃതി തിരിച്ചടിക്കുമ്പോൾ മൊത്തത്തിലായിരിക്കും നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ആഘാതം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലവനെന്നോ ധിക്കാരി എന്നോ പ്രകൃതിക്കില്ല. അപ്പം മോഹനനാണോ കവിയാണോ എന്നുള്ളൊരു വേർതിരിവില്ല. അതുകൊണ്ടാണ് കവി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവൻ ധിക്കാരിയായിരുന്നു, അവൻ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടവനായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെയല്ല, എന്നാലും എനിക്ക് പേടിയാണ്. ഞാൻ അങ്ങനെ പ്രകൃതി തരുമ്പോൾ എല്ലാവർക്കും അല്ലേ തരുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞാനും അങ്ങനെ ആകൂ എന്നൊരു പേടി നമ്മുടെ കവിതയ്ക്ക് കവി പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് പുഴയുടെ മരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണം തന്നെയാണ്. ഓരോ പ്രകൃതി സ്രോതസ്സുകളും അവസാനിക്കുന്നിടത്ത് മനുഷ്യൻ്റെ ആ ഒരു നിലനിൽപ്പും അവസാനിച്ചു കൊണ്ടിരിക്കും എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് കവി ഈ ഒരു കവിതയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ മരണശയ്യ. അപ്പം ഇതിൻ്റെ തലക്കെട്ട് തന്നെ ഈ ഒരു ആകുലത അല്ലെങ്കിൽ ഈ ഒരു ആവലാതിയാണ് കാണിക്കുന്നത്, മരണശയ്യ. പിന്നെ അവസാനിക്കുമ്പോഴും അതുപോലെ തുടക്കത്തിലും ഒരേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെങ്കിൽ ചോദ്യം തന്നെയാണ് കവി ഉന്നയിക്കുന്നത്. ഞാനും ആ മരണശയ്യയിൽ കിടന്നു മരിക്കുമോ എന്നുള്ള ചോദ്യം. അപ്പോൾ ആകുലത, ആവലാതി ഇതെല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സംഗ്രഹം അല്ലെങ്കിൽ സമ്മറി പാർട്ട് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി end of the portion that is Maranashayya. So thank you so much for watching. For more literature content videos, just subscribe my YouTube channel Nutshell Lines. Let's learn something fruitful in a few words. Thank you so much.